സകല ഉപവാസങ്ങളുമായുള്ളവരെ യഹോവയ്ക്ക് ഏർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയുടെ സംഗീതത്തോടെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്റെ ദൈവം എന്നറിവിൻ. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. ഈ വിശുദ്ധ ആരാധന അനുഗ്രഹത്തിനായി നമ്മുടെ തലകൾ ഉണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ജീവിതത്തിലൊരു ദിവസം കൂടെ സന്തോഷത്തോടെ വളർന്നു നിൽക്കാൻ നൽകിയ അവസരത്തിനായി നന്ദിയോടുകൂടെ ഭാഗത്തും കരയിക്കുന്നു. ആരാധനകളുടെ മധ്യത്തിൽ അങ്ങ് സന്നിഹിതനാകുമെന്നും പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ വെച്ച് ഞങ്ങൾ തൃപ്തമാക്കുമെന്നും ആ ദിവ്യാനുഭവം സ്വീകരിക്കുവാനായി പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരാധനയെ പങ്കുചേരുവാനായി ഞങ്ങൾക്ക് ഒരുക്കുന്ന അവസരത്തിനായി നന്ദിയോടുകൂടെ മഹത്വം. അങ്ങ് നൽകുന്ന ദിവ്യദാനങ്ങളെ ഏറ്റെടുപ്പാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തെ ആരാധിക്കുന്നതിന് അങ്ങൊരുക്കുന്ന വാദ്യങ്ങൾക്കായി നന്ദിയോടുകൂടെ മഹത്വം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങനെ ദിവ്യ സാന്നിധ്യം നൽകി ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന തികവായ ആത്മീയ അനുഭവങ്ങൾ അങ്ങ് ക്രമമായി നൽകി ആശീർവദിക്കണമേ നിങ്ങൾ യാചിക്കുന്നു. ആരാധന ഓരോ ഭാഗത്തിലും കൂടിയിരിക്കണമേ. ഓരോ ഭാഗവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന്റെ ബോധമുണ്ടാക്കത്തക്ക തരത്തിൽ അങ്ങ് തന്നെ നയിക്കണമേ എന്ന് യാചിക്കുന്നു. സർവ്വതയെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയത്തിലെ 65-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 65. വരങ്ങളെ നീ തരിക ആവിയേ
സ്തുതിത്താനികൾ 4-ാം ഭാഗം, ആരാധനാക്രമം 6-ാം പുറം. സ്തുതിത്താനികൾ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആരാധന 6-ാം പുറം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗം അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടെ നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് ജനവും അവിടുത്തെ ആളുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും മനതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ലതാവത്തോടുകൂടെ കടന്നു നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പിഴവുകളെ ഏറ്റുപറയുന്നതിനായി നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ ദിവസം കണ്ട വ്യക്തിത്വങ്ങൾ പലതും ഇന്നില്ല. ലോക സാഹചര്യങ്ങൾ അത്തരത്തിലായി മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതല്ല. നമ്മുടെ ജീവിതത്തിന് കൂടുതൽ മേന്മയുണ്ട്. ഇവിടുത്തെ ജീവിതത്തിന് ശേഷം നമ്മൾ പർദീസയിലേക്ക് കടന്നു പോകേണ്ടുന്നവരാണ്. ഇന്നായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടായാൽ മാത്രമാണ് പർദീസ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുക. പലതരത്തിൽ വീഴ്ചകളുള്ളവരാണ് നമ്മൾ. പലതരത്തിലുള്ള തെറ്റുകളിൽ വീണുപോകുന്നവരാണ് നമ്മൾ. വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ ജീവിതത്തിൽ ഒരുപാട് പിഴവുണ്ട്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഒരു ഭവനത്തിനുള്ളിലാണെങ്കിൽ പോലും നാം പലതരത്തിലുള്ള തെറ്റുകൾക്ക് കാരണക്കാരായിത്തീരുന്നു. നമ്മൾ പോലും പലരും വേദനിച്ചിട്ടുണ്ടാവാം. നമ്മളുടെ തന്ത്രങ്ങൾ മനയപ്പെട്ടിട്ടുണ്ടാകാം. സൗഹാർദ്ദം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അകൽച്ചകൾ ഉണ്ടാക്കി വയ്ക്കാം. ഹൃദ്യമായി ഇടപെടേണ്ടുന്നിടത്ത് യോഗ്യമല്ലാതെ ഇടപെട്ടിട്ടുണ്ടാകാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടുന്നിടത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരുന്നിട്ടുണ്ടാകാം. തിരുവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയമൊരുക്കി നൽകിയിരിക്കും, അത് പാഴാക്കിയിട്ടുണ്ടാകാം. ദോഷകരമാകി മറ്റുള്ളവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകാം. ഒന്ന് ജീവിതത്തിലേക്ക് നോക്കിയാൽ അകംപുറം
വിവിധ തരത്തിലുള്ള പാപത്തിൽ നമ്മൾ വീണുപോയിരിക്കുകയാണ്. മനുഷ്യൻ കാണുന്നില്ലെങ്കിലും പുറമേയെല്ലാം ഭംഗിയാണെങ്കിലും അകമേ ജീർണിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പലർക്കും. പുറമേ ആത്മീയതയുണ്ട് എന്ന് കാണിക്കുകയും ഉള്ളിനുള്ളിൽ പൈശാചിക ചിന്തകളുമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനോട് എന്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ കുറവുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ട തെറ്റുകൾ ഉണരുന്നതിനും പാപക്ഷമയ്ക്കായി യാചിക്കുന്നതിനും ശ്രമിക്കും. നമ്മുടെ കർത്താവ് പാപിയെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ അകൃത്യങ്ങൾ പൊറുക്കുന്നവനാണ്. പാപത്തെ ഓർത്ത് നമ്മളെ സംരക്ഷിക്കുവാൻ സന്നദ്ധനാണ്. നിങ്ങൾ വിധേയപ്പെടുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുവാനായി ഈ നിമിഷം തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് നമ്മുടെ കർത്താവ് മാറ്റം നൽകും, ജീവിതത്തിനൊരു വിശുദ്ധി നൽകും, പർദീസയ്ക്കായി നമ്മുടെ കർത്താവ് ഒരുക്കും. ക്രിസ്തുവിശ്വാസിയായിരിക്കും നമ്മൾ പർദീസ ലക്ഷ്യമാക്കി വിശുദ്ധിയോടെ ജീവിക്കുന്നതിനായി ശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലെ പാപഭാരത്തെ നമുക്ക് ഇറക്കി വെക്കാം. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ അനുതാപ പ്രാർത്ഥനയായി സങ്കീർത്തനക്കാരൻ അനുതാപത്തോടെ പ്രാർത്ഥിച്ചതുപോലെ 51 സങ്കീർത്തനത്തിന്റെ ആദ്യ വാചകങ്ങളിൽ പ്രാർത്ഥനാ വാക്കുകളിൽ നമുക്ക് ചേർന്ന് പങ്കുചേരാൻ സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ നമ്മുടെ സ്വന്തം പ്രാർത്ഥനയായി വിനയപ്പെടുന്ന പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ദൈവമേ, നിന്റെ ദൈവത്തിലൊക്കെയുള്ള എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബന്ധപ്രകാരം മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി, വിധിക്കുമ്പോൾ നന്നായിരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അനന്തത്തിലുമായി പാപത്തിൽ എന്റെ അമ്മയുടെ ഗർഭം ധരിച്ചു. അന്തർഭാഗം സത്യമല്ലോ വാങ്ങിച്ചിരുന്നത്. അന്തരംഗത്തിൽ ഞാൻ വെളുപ്പിക്കണമേ. ഞാൻ നന്നെല്ലാം എന്റെ നീസോക്കുകൊണ്ട് ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവാനും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോടിച്ചാസ്തിലുള്ള സിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ അങ്ങയുടെ മുഖം മറക്കണമേ. എന്റെ അകത്തിലൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ സൃഷ്ടിച്ച സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങനെ ജനത്തിൽ തന്നെ തള്ളിക്കളയരുത്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കരുതേ. അവിടെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. മനസ്സിലുള്ള ആത്മാവിനെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു. നിന്റെ പാപം ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുവാനായി നാം എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ സഹോദരൻ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സഹായം ചെയ്താൽ നാം അദ്ദേഹത്തോട് നന്ദി പോകാനായിരുന്നാൽ വീണ്ടും നമുക്ക് സഹായം ലഭ്യമായി തീരും, അവിടെ കരുതൽ ലഭ്യമായി തീരും. അത്തരത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന നന്മകൾക്കനുസരിച്ച് ദൈവത്തോട് നന്ദി പറയുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭ്യമായി തീരുക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് സ്തോത്രം പറയാമോ? ഈ കാലഘട്ടത്തിൽ അല്പ ഓക്സിജന് വേണ്ടിയിട്ട് ജനം വലയുമ്പോൾ ബന്ധപ്പെടുമ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന സമൃദ്ധമായ ശ്വാസവായുവിനായി ദൈവസ്ഥാനത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ആ ശ്വാസം സ്വീകരിച്ചെടുക്കാൻ, ഓക്സിജൻ സ്വീകരിക്കാനായി നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശക്തിക്കായും പ്രാപ്തിക്കായും ദൈവസ്ഥാനത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം.
നമ്മുടെ ശരീരത്തിന് മൊത്തം നൽകിയിരിക്കുന്ന ദൈവികമാകുന്ന സ്പർശത്തിനായും കരുതലിനായും സകല നിയന്ത്രണങ്ങൾക്കായും ദൈവത്തിന് നന്ദി അർപ്പിക്കാതിരിക്കാൻ തരമില്ല. നമ്മുടെ ശരീരം മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. കൈകാലുകൾ ചലിക്കുന്നുണ്ട്, ചിന്തിക്കാൻ ശേഷിയുണ്ട്, ഇന്ദ്രിയങ്ങൾ സകലതും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ശരീരത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യമില്ല. സഞ്ചരിക്കുമ്പോൾ പറയും എന്റെ പ്രാപ്തി കൊണ്ടാണ്, എന്റെ കഴിവുകൊണ്ട്, എന്റെ കൈകാലുകൾക്ക് ബലമുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ഇത് ദൈവം അനുഗ്രഹിച്ച് നൽകാതിരുന്നെങ്കിൽ ഇത് ഏതെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ ഊതി നൽകിയ ജീവൻ അത് ദൈവത്തിന്റെ കരങ്ങളിലാവുന്നു. നിലനിൽക്കാനായി അനുവാദം നൽകിയത് മാത്രമാകുന്നു. അത് ബോധ്യപ്പെട്ട് ഇത് ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നല്ല എന്നോർത്തുമുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവനും ജീവിതത്തിനും ശരീരത്തിനും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഭൂമിപരമായി നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും വിവേചനത്തോടുകൂടെ പല കാര്യങ്ങൾ ഉൾപ്പെടുത്താനായി ദൈവം ഇതുവരെ അവസരമൊരുക്കി. ഞെരുക്കങ്ങളുടെ മധ്യത്തിലും ദൈവം നമ്മെ അതിശയമായി നടത്തുന്നു. അതേ ഓർത്ത് ദൈവസ്ഥാനത്തിൽ സ്തോത്രം അർപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളെക്കാൾ നാം എത്ര അധികം നന്മ അനുഭവിക്കുന്നവരാണ്. കർത്താവിന്റെ കരുതൽ എത്രമാത്രം അനുഭവിക്കുന്നവരാണ്. നാം ദൈവസന്നിധി അവർ കടന്നുപോയാലും നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് ദൈവത്തിന്റെ കൃപാദാന പ്രകാരം നമ്മൾ നന്മകളൊക്കെ മാറ്റിയിരുന്നുണ്ട്. അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഭൂമി ജീവിതത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവസന്നിധിയിൽ വിനയമായി നന്ദി അർപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ ദൈവം മുക്തൻ നന്മകൾ നൽകി നമ്മെ ആശീർവദിക്കും. നമ്മുടെ പൊതുവായിട്ടുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ആരാധനകരം 18-ാം തോതിൽ കാണുന്ന മറിയയുടെ പാട്ടിൽ നമുക്ക് ചേർന്ന് നന്ദി തരാം. മറിയയുടെ പാട്ട് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും വാചകങ്ങൾ കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ അർപ്പിക്കുകയും ചെയ്യാം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് എന്റെ ദാസിയുടെ ദാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലയം ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണാതലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനം നടക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച സമരന്മാരെ വെറുതെ അയച്ച് കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ റദ്ദ് ചെയ്തതുപോലെ നമ്മുടെ ഭാവനവന്റെ സന്ധിക്കുന്നേക്കും കാരണം ഓർക്കേണ്ടതിന് ദാസനായ ഇസ്രായേൽ തുറച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ഈ വിശുദ്ധാരാധന അനുഗ്രഹത്തിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 250-ാമത്തെ ഗീതം പാടാം. 250. Sanjay
പിന്നെ ഞാൻ എത്തും നിന്റെ കയ്യിൽ. പ്രയാണമെങ്ങോടുങ്ങിയ രണങ്ങളില്ല പിന്നെ കരയ്ക്കുവന്നു പ്രീതിയ യെരൂശലേമിലെന്നെ. യേശുവേ നിൻ സ്നേഹത്താൽ കാത്തുവെന്നെയുദ്ധത്തിൽ. പിന്നെ ഞാൻ നിൻ ശക്തിയാൽ എത്തും നിന്റെ കയ്യിൽ. സങ്കീർത്തനങ്ങൾ 104, 24 മുതൽ 35 വരെ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 104, 24 മുതൽ 35 വരെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകളോടുന്നു അന്ന് കൽപ്പാനെ ഉണ്ടാക്കിയ ദിവ്യാത്മാനുണ്ട്. നീ കൊടുക്കുന്നതിന് അവ പറക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തുറന്നു, അവ പുകയുന്നു. എന്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം എനിക്ക് ആവശ്യമായ തിരുവചന വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചക പുസ്തകത്തിൽ നിന്നും എഹെസ്കേൽ പ്രവാചക പുസ്തകം 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങി വരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഒതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി വളർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്രായ അസ്ഥികൾ
ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളുടെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം തന്റെ പരിശുദ്ധ വചനത്തിലൂടെ നമ്മെല്ലാവരെയും പ്രഭാതത്തിൽ കഴിഞ്ഞിർത്തുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 401 പാട്ട് ചേർന്ന് പാടാം. 401. ഞങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ച് ബലപ്പെടുത്തി ജീവിതം നൽകിയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, അവിടുത്തെ ആത്മാവില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലല്ലോ.
ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ നിന്ന് തിരുവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ വ്യത്യസ്ത തലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് തിരുവചനത്തിന്റെ ദാനത്തെ അയച്ച് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ രൂപത്തിൽ ഞങ്ങൾക്കായി പകർന്നു നൽകപ്പെടുന്നുവല്ലോ. നൽകപ്പെടുന്ന ആ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിനും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വ്യാപാരം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാപ്തി നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തിരുകരങ്ങൾ കരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത ബോധ്യപ്പെടാൻ കൃപയാൽ സഹായിക്കണമേ. കേൾപ്പിക്കപ്പെടുന്ന തിരുവചനം നന്മയ്ക്കായി ഏറ്റെടുപ്പാൻ കൃപയാൽ സഹായിക്കണം. സംസാരിക്കുന്ന അടിയനോടുകൂടി ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ യാചിക്കുന്നു. സർവ്വതയെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദയവായി നൽകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മയെങ്കിലും നമുക്കായി ഒരുക്കി നൽകിയിരിക്കുന്ന ആ സർശക്തനായ ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയായി തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുള്ളതാണ് സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കം ഹോളി സ്പിരിറ്റ് റിന്യൂ അസ് എന്ന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്നും വായിക്കേണ്ടിയിരുന്ന ലേഖനാസുവിശേഷ വേദഭാഗത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ പറ്റി വ്യക്തമായി കാണുകയാണ്. ഈ പരിശുദ്ധാത്മാവ് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നും ജീവിതത്തിന് മാറ്റം നൽകുന്നതാണെന്നും ഇന്നത്തെ വേദഭാഗത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുകയായിരുന്നു. പഴയ വേദഭാഗത്തിൽ ഒരു അസ്ഥിതാഴ്വര ഉണ്ടായിരുന്നു എന്നും ആ അസ്ഥിതാഴ്വരയിൽ കൂടെ ദൈവത്തിന്റെ ദൂതൻ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോയി അവയോട് പ്രവചിക്കാൻ പറയുന്നതും അവർക്ക് ജീവൻ വെക്കുന്നതിനുള്ള സാധ്യത രൂപപ്പെടുന്നതും വളരെയായിരുന്ന ഈ അസ്ഥിക്കൂട്ടങ്ങൾ അതിൽ മാംസമുണ്ടാവുകയും ഞരമ്പുണ്ടാവുകയും ശരീരമുണ്ടാവുകയും അവസാനം ജീവാശ്വാസം 4 ദിശയിൽ നിന്നും വന്ന് ജീവൻ നൽകുകയും ചെയ്തതായിട്ടൊക്കെ പഴയ വിഭാഗത്തിൽ നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ പറ്റി ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ലേഖനഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അതേ തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് കാണുകയാണ്. ഒരു സഭ രൂപപ്പെടുന്ന സഭയായി രൂപപ്പെട്ട പെന്തക്കോസ്ത് ദിനമാകുന്ന ഇന്ന് ജനം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഭാഷകൾ സംസാരിച്ചതായി നമ്മൾ കാണുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴും 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ സ്വീകരിക്കാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യുവാൻ ക്രിസ്തീയതയിൽ നിൽക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവമാകുന്ന വസ്തുത. പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്കായി പകർന്നു നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ദാനത്തെ വ്യാപാരം ചെയ്യുകയും വ്യാപാരം ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുമ്പോഴാണ് അതിലൂടെ ആത്മീക അനുഭവങ്ങൾ ഉളവാക്കപ്പെടുന്നത്. നമ്മുടെ ജീവനും ജീവിതവും ദൈവം നൽകിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്കുള്ള നിലവാരവും പരിശുദ്ധാത്മാവുള്ള ഒരു സമൂഹത്തിന്റെ നിലവാരവും ക്രിസ്തീയ വിശ്വാസിയും ക്രിസ്തീയ സമൂഹത്തിനും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാകുന്നു ശരിയായ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സഭയും എന്ന് ഞാൻ സ്നേഹത്തോടുകൂടെ
ഓർപ്പിച്ചുകൊള്ളട്ടെ. പെന്തക്കോസ്ത് ദിനമാകുന്ന ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ മേൽ ഇറങ്ങി വന്ന വിശുദ്ധ ദിനം എന്ന് ഓർക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ ഏറ്റെടുക്കുന്നതിനും ദൈവം അനുഗ്രഹീതമായ ദാനത്തെ നൽകി നമ്മൾ ആശീർവദിക്കുന്നതിനും പ്രാർത്ഥനകളിലായിരിക്കാൻ സ്നേഹത്തോടുകൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഏതു തരത്തിൽ മനുഷ്യ ജീവിതങ്ങൾ ഇടപെടും എന്നുള്ളതിനെ കുറിച്ച് 3 തലക്കെട്ടുകളിൽ നിങ്ങളോട് തിരുവചനത്തിൽ സംസാരിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ഏതു തരത്തിൽ ഇടപെടും എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി ഞാൻ പറയും, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ പറയും, പരിശുദ്ധാത്മാവ് പുനർജീവൻ നൽകുന്ന ഒരു ശക്തിയാകുന്നു. പരിശുദ്ധാത്മാവ് പുനർജീവൻ നൽകുന്ന ഒരു ശക്തിയാകുന്നു. പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലാകുന്നു. ഒരു അസ്ഥിത്താഴ്വരയിൽ കൂടെ ദൈവത്തിന്റെ ദൂതൻ പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അസ്ഥികൾ വളരെയായിരുന്നു എന്ന് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. കുറച്ചല്ല, വളരെയധികം അസ്ഥികൾ. അത് വരണ്ടിരുന്നു, അത് ഉണങ്ങിയിരുന്നു, വളരെ ഉണങ്ങിയിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഉണങ്ങിയിരിക്കുന്ന ജീവൻ അല്പം പോലുമില്ലാത്ത ഈ അസ്ഥികളെ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. ജീവനില്ലാതിരിക്കുന്ന വളരെ വരണ്ടിരിക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. അതിനുള്ള പദ്ധതി രൂപപ്പെടുത്തി ജീവൻ നൽകുന്നതാണ് ഈ വേദഭാഗത്തിൽ കണ്ടത്. നശിച്ചു പോയത്, ഇനി രക്ഷയില്ല എന്ന് കണ്ടത്, ഒരു തരത്തിലും വളരാൻ സാധ്യതയില്ല എന്ന് കണ്ട സ്ഥാനത്ത് ദൈവം ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെയാണ്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെയാണ് എന്ന് നമ്മൾ കാണുകയാണ്. കാറ്റ് 4 ദിശയിൽ നിന്ന് വന്ന് നിഹതന്മാർ വന്ന് ഇതിനെ ജീവിപ്പിക്കുന്നതും ജീവനുള്ളതായി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവമാകുന്ന വസ്തുത. ശരീരമുണ്ടായിരുന്നു, അസ്ഥിയായിരുന്നിടത്ത് ശരീരമുണ്ടായി, മാംസമുണ്ടായി, അതിൽ ഞരമ്പ് വന്നു. ഒരു മനുഷ്യനാവശ്യമായ സർവ്വവിധമാകുന്ന സന്നാഹങ്ങളും ഈ അസ്ഥികളുടെ മേൽ രൂപപ്പെട്ട ഒരു പുനർരക്ഷയുണ്ടായി, ഒരു പുനർശരീരമുണ്ടായി. എങ്കിലും അതിനുള്ളിൽ ജീവനുണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൽ പ്രിയമുള്ള സഭയെ, മനുഷ്യൻ ശരീരമായി ജീവിച്ചാൽ പോലെ അതിൽ ജീവൻ ഉണ്ടാകണം എന്നുള്ളതാണ് വാസ്തവമാകുന്ന വസ്തുത. വെറും ശരീരമായിരുന്നാൽ പോരാ, അത് പരിശുദ്ധാത്മാവിനാൽ ജീവനുള്ളതാകണം എന്ന സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടട്ടെ. നമ്മളിലും നമ്മുടെ ജീവിതങ്ങളും പലപ്പോഴും അസ്ഥിത്താഴ്വര പോലെ ജീവനില്ലാതെ കിടക്കുകയാണ്. ഒരു കാലത്ത് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മളെ ജീവിപ്പിച്ചതായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മുടെ മൂക്കിലൂതി പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെ ജീവനുള്ള ശരീരങ്ങളായിരുന്നു നമ്മൾ. 4 നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അസ്ഥികളായി തീർന്നു. താഴ്വരയിൽ ശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് നമ്മൾ. ഒരു മൃതശരീരം പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരീരമുണ്ട്, പക്ഷേ അതിൽ ജീവനില്ലാത്ത സാഹചര്യം. ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അസ്ഥികളൊക്കെ കൂടിച്ചേർന്ന ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ ഈ അസ്ഥികളെല്ലാം കൂടിച്ചേർന്ന അതിൽ മനുഷ്യന്റെ രൂപമുണ്ടായി. അസ്ഥികളെല്ലാം മാറി അവിടെ മാംസമുണ്ടായി, ഞരമ്പുണ്ടായി, എല്ലാം ഒരു ശരീരമായി കിടക്കുകയാണ്. പക്ഷെ അവയിൽ ജീവനുണ്ടായിരുന്നില്ല. കാറ്റ് 4 വശത്തു നിന്നും വീശിയപ്പോൾ അതിന് ജീവനുണ്ടായി. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ജീവനുണ്ടായി എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ വെറും ഒരു ശരീരമായി ജീവിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനത്തോടുകൂടെ, വ്യാപാരത്തോടുകൂടെ ജീവനുള്ളവരായിരിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം അഭിമാനത്തോടെ പറയും, ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്,
ഞാൻ ദിവസവും വേദപുസ്തകം വായിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നുണ്ടോ എന്നുള്ളത്, അതിനെ വ്യാപാരം ചെയ്യുവാനായി നാട്ടുമാർ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്ന വാസ്തവമാകുന്ന ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും, ഞാൻ തോൽവി വീണുപോയവരാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ വ്യാപാരം ചെയ്യാൻ കഴിയാതെ എന്റെ ജീവിതം ഒരു മൃതശരീരം പോലെ ആക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ വന്ന് പുതുക്കണമേ, അവിടുത്തെ ആത്മാവിനെ നൽകി വീണ്ടും പുനർജീവിപ്പിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ദേശം നോക്കിയാൽ ചുടുകാട്ടുകൾ എന്നൊരു സ്ഥലമായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. ഒരു അസ്ഥിത്താഴിക പോലെ ഇരുന്ന ഈ സ്ഥലത്തിന് ജീവൻ ഉണ്ടായത് പരിശുദ്ധാത്മാവിന്റെ ചലനം ഈ ദേശത്തുണ്ടായപ്പോഴാണ്. ഇവിടെ ഒരു ദേവാലയം ഉണ്ടായപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായപ്പോൾ അത് ഇമ്മാനുവേൽ എന്ന പേരായി മാറ്റപ്പെട്ടു. ഈ ദേശം സജീവമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുവാനായി തീർക്കപ്പെട്ടു. നമ്മൾ ഇന്ന് അനുഗ്രഹീതമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അസ്ഥിത്താഴ്വരയുടെ ദേശമായിരുന്ന സ്ഥലത്ത് നമുക്കിന്ന് ജീവൻ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ദാനം മാത്രമാണ്. ഇമ്മാനുവേലായി ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് കൊണ്ടാണ്. എനിക്ക് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു സജീവമായ മാറ്റം നൽകിയിരിക്കുമ്പോൾ, ജീവനില്ലാതിരുന്ന ദേശത്തിന് ഉണർവ് നൽകിയതുപോലെ നമ്മുടെ ജീവിതങ്ങൾ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായ നന്മകളാണ് ദൈവം സമാനമായി നമുക്ക് നൽകിയത്. ഒരു ആലയവും അതിനുള്ള കൂട്ടായ്മകളും അതിലുള്ള ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും വിദ്യാഭ്യാസവും ഉയർച്ചയും തൊഴിൽ മേഖലയും ഒക്കെ ഈ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ മേൽ ഇടപെട്ടതുകൊണ്ടാണ്. അസ്ഥിത്താഴ്വരയായിരുന്ന സ്ഥലത്ത് ഒരു ജീവനുള്ള സമൂഹത്തിന്റെ സൈന്യമായി ഇന്ന് നിൽക്കുകയാണ്. ഈ ദേശത്തിന് സൈന്യമായി നിൽക്കുവാനായി ദൈവം പ്രാപ്തി നൽകിയിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സൈന്യമെന്നായി ശരീരമായി ജീവിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവുള്ള ശരീരങ്ങളായി ജീവിപ്പാൻ സ്നേഹത്തോട് ആവശ്യപ്പെടുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് സ്വീകരിക്കാത്ത പക്ഷം നമ്മൾ വെറും മൃതദേഹങ്ങളാകുന്നു എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. ഒരു ജീവിതം കൊണ്ട് അത് പരിശുദ്ധാത്മാവിനെ നിറവിൽ ജീവിക്കുവാൻ കഴിയാത്ത പക്ഷം നമ്മുടെ ജീവിതങ്ങളിൽ എന്നത് തോറ്റുപോയ പരാജയപ്പെട്ട അസ്ഥിത്താഴ്വരയുടെ ജീവിതമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ നാളിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിതം നൽകുവാൻ കഴിയാത്ത പക്ഷം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാത്ത പക്ഷം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത പക്ഷം, ഇന്ന് ഈ നാളിൽ ഈ സമയത്ത് ദൈവത്തോട് മനസ്സുകൊണ്ട് പറയുവാൻ നമുക്ക് കഴിയണം, കർത്താവേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ അയച്ച് പുതുക്കണമേ എന്ന്. ഇത് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി. രണ്ടാമത്തെ ചിന്തയായി വായിക്കേണ്ടിയിരുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-1-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച് കാണുകയാണ്. ഒന്നാമതായി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നിർജീവമായതിന് ജീവൻ നൽകുന്നതാണ് എന്ന് നമ്മൾ കണ്ടു, പുനർജീവിപ്പിക്കുന്നതാണ് എന്ന് കണ്ടു. രണ്ടാമതായി പരിശുദ്ധാത്മാവ് വരങ്ങൾ നൽകുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ ഈ വിശുദ്ധാദിവസത്തിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വരങ്ങൾ നൽകുന്നതാണ്, വരങ്ങളിലൂടെ വഴി നടത്തുന്നതാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഇത് വായിക്കേണ്ടിയിരുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ജനത്തിന് മേൽ ഇറങ്ങി വന്നപ്പോൾ ജനങ്ങൾ മുഴുവനും പുതുഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ദൈവത്തെ ആരാധിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പല ഭാഷക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഭാഷക്കാർ തങ്ങളുടേതായുള്ള ഭാഷകളിലെല്ലാം മറുഭാഷകൾ സംസാരിക്കുന്നതും പല ഭാഷകളിൽ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുമായിരുന്നു എന്ന് തിരുവനന്തപുരപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വരങ്ങളെ ഏറ്റെടുക്കാനായി നമുക്ക് കഴിയണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള വരങ്ങൾ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനായി വരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കഴിയുള്ളൂ. വ്യത്യസ്ത വരങ്ങൾ നൽകുവാനുള്ള സാധ്യതകൾ നമ്മളിലുണ്ട്.
അതിനുള്ള വിത്തുകൾ നമ്മളിലുണ്ട്. അതിനെ മുളപ്പിക്കേണ്ടതും വളർത്തേണ്ടുന്നതും നമ്മുടെ വലിയ ഉത്തരവാദിത്തമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, എന്റെ വചനത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാകുന്ന വരങ്ങളെ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഭാഷാവരം എന്നത് മാത്രമല്ല, വ്യത്യസ്ത വരങ്ങളെ കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുമ്പോൾ സകല വരങ്ങളും നേടിയെടുക്കാനുള്ള പ്രാപ്തി നമ്മളിലുണ്ടെങ്കിലും അത് നേടിയെടുക്കുവാനായി കഴിയാത്തതാകുന്നു പലപ്പോഴുമുള്ള നമ്മുടെ പരാജയം. വ്യത്യസ്ത തരത്തിലുള്ള വരങ്ങളെ വാങ്ങിയെടുക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം. മൂന്നാമതായി യോഹന്നാൻ 16:8 പറയുന്നത്, ഈ ആത്മാവ് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം നൽകുന്നതാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പുനർജീവിപ്പിക്കുന്നതാണ്. രണ്ടാമതായി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരങ്ങളെ നൽകുന്നതാണ് എന്നതാണ്. മൂന്നാമതായി ഈ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം നൽകുന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് വർദ്ധിക്കുന്നു എന്നർത്ഥം. നീതിയെക്കുറിച്ച് സംസാരിക്കാനും നീതിക്കായി ഇടപെടുവാനും കഴിയുന്നുവെങ്കിൽ, ന്യായത്തിനായി ഇടപെടുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ ദാനമാകുന്ന പാപത്തെക്കുറിച്ചുള്ള ബോധവും ന്യായത്തെയും നീതിയെയും കുറിച്ചുള്ള ബോധവും നമുക്കായി ദൈവം പകർന്നു നൽകിയാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമായി ഇത് ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായി നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടേതാകുന്ന ന്യായങ്ങളും നീതിയുമുണ്ട്. നമ്മളെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചില രീതികളുണ്ട്. ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത്, ഇത്തരത്തിൽ സാഹചര്യമായി പോയതുകൊണ്ട്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ പാപത്തിൽ നിന്ന് പോയി. ഒരു മോഷ്ടാവിന് അവന്റേതായ ന്യായീകരണങ്ങളുണ്ട്. അവൻ പറയും, എന്റെ ജീവിതത്തിന് അല്പസമ്പത്തുണ്ടാകേണ്ടത്, മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടത് എനിക്ക് മരവിക്കപ്പെട്ടിട്ടില്ലേ, എനിക്കില്ല, ഞാൻ ഈ ഉപാധി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ തെറ്റുകളെ ഓർത്ത്, നാം ചെയ്തു പോകുന്ന തെറ്റുകളെ ഓർത്ത് ന്യായീകരിക്കാനായിട്ടാണ് തോന്നുന്നതെങ്കിൽ, അത് ന്യായമാണ്, ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയട്ടെ. തെറ്റുകൾ തിരുത്തപ്പെടുവാനായി ആലോചനയായി ലഭ്യമായി തീരുമ്പോൾ അത് ഏറ്റെടുക്കാൻ കഴിയാതെ റിജക്ഷൻ മൈൻഡോടെ നിൽക്കുവാനായി മനസ്സ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, തെറ്റുകളെ തന്നെ ശരി എന്ന് പറയുവാനായി താല്പര്യം കാണിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഉൾക്കൊള്ളുവാൻ കഴിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളെ ഓർത്ത് അനുദമിക്കാതെ ചെയ്ത തെറ്റുകൾ ന്യായമായി കാണുവാനായി ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാപം ചെയ്തു പോയിട്ട് ബോധം വരുന്നുണ്ടെങ്കിൽ, അത് പാപമാണ് എന്ന് വ്യക്തമായി ബോധ്യം വരുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുന്നു, നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്നേഹത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇടപെടാനും നിങ്ങൾ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനമുള്ളവരാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുവൻ. അല്ലാതെ അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അന്യായത്തിന് വേണ്ടി സംസാരിക്കുകയും അന്യായത്തിന് വേണ്ടി കൈയടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിച്ചോളട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനം സമൃദ്ധിയായി നൽകുവാനായി ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരാജയമായി പോകും. അത് ഏറ്റെടുക്കുവാനുള്ള മനസ്സുണ്ടാകും. അതിനായി നമ്മൾ തന്നെ പരിണമിക്കേണ്ടിയിരിക്കുന്നു. ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപബോധം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചും നാം വ്യക്തമായ അറിവുള്ളവരായിരിക്കണം. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടാനായി മനഃപൂർവ്വം ശ്രമിക്കണം. ചെയ്തു പോകുന്ന തെറ്റുകളെ ഓർത്ത് അനുദമിക്കുവാനായി കഴിയണം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ഒരു വിശുദ്ധമായ ജീവിതത്തിൽ ജീവിക്കുവാനായി നമ്മെ പുതുക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല. ഈ പെന്തക്കോസ്ത് ഞായറിൽ 3 ചിന്തകളാണ് നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമതായി, ഈ പരിശുദ്ധാത്മാവ് പുനർജീവിപ്പിക്കുന്നതാണ്. ഇന്നൊരു പക്ഷെ വെറും ഒരു മൃതശരീരമായ ആത്മീയ ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ, വെറും അസ്ഥികളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ജീവനില്ലാത്ത ഒരു ശരീരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ
കർത്താവേ, എന്റെ ജീവിതത്തെ പുതുക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തോട് യാചിക്കേണ്ടിയിരിക്കുന്നു. വരങ്ങൾ നമുക്കായി എല്ലാവർക്കുമായി പകർന്നു നൽകുമ്പോൾ കടന്നു വന്ന ജനത്തിനോട് ലഭ്യമായി തീർന്ന പരിശുദ്ധാത്മാവിനാലും അതേ ശക്തിയോടെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ ഇന്നും പരിശുദ്ധാത്മാവിന്റെ വരത്തെ സ്വീകരിക്കുവാനായി കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുവാനായി കർത്താവെ, എന്നെ പരിശുദ്ധാത്മാവെ പുതുക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകണമേ എന്ന് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. മൂന്നാമതായി, ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം കൊണ്ട് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ച് സംസാരിക്കുകയും പാപബോധമുള്ളവരായി ജീവിച്ച് അനുദമിച്ച് മാറ്റങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവിതത്തിൽ ദൈവികമാകുന്ന അഭിഷേകം നമ്മൾ ലഭ്യമാക്കിയും പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുവാനായി നമുക്ക് ശ്രമിക്കാം. റിജക്ഷന്റെ ആത്മാവല്ല, ഉൾക്കൊള്ളുന്ന ആത്മാവ്, ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആത്മാവ് നമുക്കായി രൂപപ്പെടുത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. സർവശക്തൻ അത്തരത്തിൽ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തോടുകൂടെ ജീവിപ്പാൻ, ഓരോ നാൾ പുതുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ സ്വീകരിപ്പാൻ സർവശക്തന്റെ ആക്കിത്തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കൽപ്പിക്കപ്പെട്ട തിരുവചനത്തിന്റെ അനുഗ്രഹത്തിനായി നമ്മുടെ തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ കർത്താവെ, അവിടുത്തെ ദാനത്തെ നൽകിയ അഭിഷേകം ചെയ്യുക നന്ദിയോടുള്ള മഹത്വം. അസ്തിത്വായുടെ നിലവാരത്തിലുള്ള ജീവിതമുള്ള ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. മൃതശരീരങ്ങളായി ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ജീവിതവും ജീവനും നൽകണമേ. ജീവനുള്ള ആത്മീക അനുഭവമായി മുന്നേറുവാൻ പകരണമേ. കർത്താവെ, ജീവൻ നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടും ആ ജീവനെ തിരസ്കരിച്ചതായി നമ്മൾ കർത്താവെ, പുതുജീവൻ നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ, പുതുക്കണമേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ പെന്തക്കോസ്ത് ഞായറുകൾ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ ഒന്നും കൂടെ സ്വീകരിക്കുന്നതിനും അതിൽ വ്യാപാരം ചെയ്യുന്നതിനും സഹായിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി അങ്ങ് പകർന്നു നൽകുകയാണ്. വിശ്വാസം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ തീനാളങ്ങളായി അവിടുത്തെ ആത്മാവ് കടന്നു വന്നിരുന്നു. കർത്താവ്, അതേ അനുഭവം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കൃപയാൽ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ പാപബോധം ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും പാപത്തെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു, അത് ന്യായമാണ്, സത്യമാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. പല ന്യായങ്ങൾ പറഞ്ഞ് പാപത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓർക്കുകയും പാപബോധം നൽകുമ്പോൾ വിനയപ്പെടാൻ കഴിയാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ന്യായത്തിന്റെ പക്ഷത്തുനിന്ന് സംസാരിക്കാൻ, നീതിയുടെ ഭാഗത്ത് സംസാരിക്കാൻ കൃപകരണത്തെ ഞങ്ങൾ വിചാരിക്കുന്നു. തിരുവചനങ്ങൾക്ക് അനുഗ്രഹിച്ചതിനായ സ്തോത്രം. സർവ്വയേശുവാ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ പങ്കുചേരാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിൽ കന്യകമറിയിൽ പാലിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടെ മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാമത്തെ സ്വർഗ്ഗത്തിലേക്കു, അവിടെ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് പ്രാപിച്ചിരിക്കുന്നു. അവിടെ നിന്ന് മരിച്ചുകയും ഞാൻ ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ ഉദ്ധാരത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ മക്കളെ മടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. Amen.
ശാന്തമായ പ്രഭാതത്തിനായി നന്ദിയോടുകൂടെ മഹത്വം കരയിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടുകൂടെ മഹത്വം. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാഹചര്യത്തിനായി നന്ദിയോടുകൂടെ മഹത്വം കരയിക്കുന്നു. ഞങ്ങളിതൊരു ചിതറപ്പെട്ട സമൂഹം പോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ എവിടെ കൂടിയിരിക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായി വിശ്വസിക്കുന്നതിനും അത് സ്വായത്തമാക്കുന്ന കൃപയാളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കരുണ നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനഭയത്തിലും ഭീതിയിലുമായിരിക്കുമ്പോൾ കരുണ നിറഞ്ഞ കർത്താവേ, എല്ലാവരെയും സുരക്ഷിതമായി കരുണയോടെ കാക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതത് തലങ്ങളിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണത്തിനായി സ്തോത്രം. എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ നടക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. സകലാഗ്രഹങ്ങളും ആവശ്യങ്ങളും സഫലീകരിക്കപ്പെടുവാൻ കൃപയാൽ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിനെ ദാനമയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരു ശബ്ദമായി നിൽപ്പാൻ കൃപയാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ത്രിയേകദൈവത്തിൽ വിശ്വസിക്കുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ ഏറ്റെടുക്കുന്നതിനും ഞങ്ങൾ എല്ലാവരെയും അമ്പലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ന്യായീകരിക്കാതെ ഞങ്ങൾ അന്ന് പോയ തെറ്റുകളേക്ക് പറഞ്ഞപേക്ഷിച്ച ഒരു പുതുജീവിതവുമായി ഓരോ നാളും പരിശുദ്ധാത്മാവിന്റെ പുതുക്കലോടുകൂടെ ജീവിതത്തിന്റെ ക്രമീകരണം മുന്നേറുവാൻ കൃപയാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ പലരും രോഗാവസ്ഥയിലായിരുന്നെങ്കിലും ഇന്ന് സൗഖ്യത്തോടാക്കിയിരിക്കുക എന്നോടുള്ള മഹത്വം. പലരുമൊക്കെ ഈ ആഴ്ചയിൽ കോവിഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അനുഗ്രഹീതമായ റിസൾട്ടുകളായി മാറ്റപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആരോഗ്യത്തോടായിരിക്കാൻ കൃപയാൽ സഹായിക്കണമേ എന്ന് കർത്താവേ, സഭയുടേതാകുന്ന ഓരോ ഭാഗങ്ങളും ഏറ്റെടുക്കുന്ന വിശ്വാസമുദ്രനെ പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തെ ചുമക്കുവാൻ വഹിപ്പാനായി കൊടുത്തിരിക്കുന്ന ഭാരത്തിനായി ചിന്തകൾക്കായി നന്ദിയോട് മഹത്വം. കർത്താവെ, ഞങ്ങളുടേതാകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നേറുവാനായി കൃപയാൽ സഹായിക്കണമേ എന്ന് വിചാരിക്കുന്നു. സർവശക്തനായ കർത്താവെ, ഓരോ കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നു. CS ഭവനിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആൻഡൊക്കെയായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപയുടെ കരങ്ങളിൽ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കുടുംബത്തിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്, സാമ്പത്തികമായ നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ സുരക്ഷിതമായി കാക്കണം എന്ന് വിനീതമായി ഞങ്ങൾ യാചിക്കുന്നു. സർവശക്തനായ കർത്താവേ, പ്രിയ കുടുംബത്തിന് ആവശ്യമായ നന്മകൾ നൽകണമേ. പ്രിയ രാജ്യങ്ങളും വീണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞാൽ പ്രിയ മകൻ രോഗാവസ്ഥയിലായിരുന്നു, നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം. പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. പ്രിയ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുതിക്കൊള്ളണമേ എന്ന് വിനീതമായി ഞങ്ങൾ യാചിക്കുന്നു. ധനംബാറായ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെയും കാണുക സ്തോത്രം. ആ കുടുംബത്തിന് ആവശ്യമാകുന്ന അനുഭവങ്ങൾ നൽകണമേ. ഒരു ഭവനം ഉണ്ടാകണമെന്നും മക്കൾക്ക് അനുഗ്രഹീതമായ കുടുംബജീവിതം ഉണ്ടാകണമെന്നുള്ളതൊക്കെ അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാകുന്നു. സർവശക്തനായ കർത്താവെ, അങ്ങനെ ഉപാധികൾ കാണണമേ. സ്വന്തം വസ്തുവിൽ ഒരു ഭവനം പണിയുന്നതിനും അതിൽ പാർക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ദൈവാലയം ഒരുക്കി നൽകണമെന്ന് വിനീതമായി യാചിക്കുന്നു. പ്രത്യേകാലയങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ കുടുംബത്തിന്റെ കൃപകരണമെന്ന് യാചിക്കുന്നു. സർവശക്തനായ ഇടപെടാതെ യാതൊരു കാന്തരവുമില്ലല്ലോ. അങ്ങനെ കൃപയാൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. വ്യത്യസ്ത തരത്തിൽ അങ്ങയുടെ സന്നിധിയിൽ യാചനകളും പ്രാർത്ഥനകളായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനില സഹോദരികളോട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ക്ലേശങ്ങളെ മാറ്റണമേ. പ്രിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദിലീപ് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. പ്രിയ മാതാവിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബലഹീനതകൾ ഒഴിവിച്ചതിനായി നന്ദിയോട് മഹത്വം. പൂർണ്ണമായ സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളായിരിക്കുന്ന അവസ്ഥയിൽ അവൾക്ക് ആവശ്യമായ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. പ്രിയ മകനമൊത്ത് ഈ നാടുകളിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് നൽകി അവരെ പരിപാലിക്കണമേ. ആവശ്യമായ നാളുകൾ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ കർത്താവേ, കൃപയുടെ കരങ്ങളിൽ തങ്ങിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. പുരോഗമനം ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നൽകാൻ പോകുന്ന ദാനത്തിനായി നന്ദിയോട് മഹത്വം കരയിട്ടുന്നു. തലമുറകളുമായി സന്തോഷത്തോടെ ജീവിക്കാൻ അങ്ങ് അവസരം നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സുരഭിമാന്റെ പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഗർഭാവസ്ഥ അനുഗ്രഹിച്ച നന്മകൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ സ്വഭാവങ്ങളായി വ്യത്യസ്ത തരത്തിലുള്ള ക്ലേശങ്ങളോട് കഴിയുന്നവരുണ്ട്.
ശരീരത്തിന് ബലഹീനത കഴിയുന്നവർ, പ്രത്യേകിച്ച് മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഭവനത്തിൽ നിന്ന് അടഞ്ഞിരുന്ന് ശരീരത്തിന് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ക്ലേശങ്ങൾ എല്ലാവരും വിടുവിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾ പാരമ്പര്യ രോഗികളായി പോയവരുണ്ട്, ജീവിതശൈലി രോഗങ്ങൾക്ക് രോഗസ്ഥരായി പോയവരുണ്ട്, ജീവിതത്തിൽ പലതരത്തിലെ രോഗായി പോയവരുണ്ട്. എല്ലാത്തരം രോഗങ്ങൾ വിടുവിക്കണമേ എന്ന് യാചിക്കുന്നു. മനസ്സിന്റെ അസ്വസ്ഥതയോടെ കഴിയുന്നവരുണ്ട്, മാനസികമായ പ്രയാസങ്ങൾ കഴിയുന്നവർ, ബുദ്ധിസംബന്ധമായ പ്രയാസങ്ങൾ കഴിയുന്നവർ ആയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ അങ്ങനെ നൽകിക്കൊള്ളണമെന്ന് വിനീതമായി ധ്യാനിക്കുന്നു. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ വ്യക്തമായ ഇടപെടലായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെടുവാൻ കൃപയാ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. ആരാധന വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന കക്കാർക്കും കുടുംബത്തിനായും ഡീക്കന്മാർക്കും കുടുംബത്തിന് വേണ്ടിയിട്ടും സഭയുടെ വിധേയത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന അങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്ന വയറാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൃപയായി സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ശരീരത്തിന്റെ ക്ലേശത്തോടെ കഴിയുന്ന പ്രകടനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലഹീനതകൾ ഒഴിവിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ശരീരത്തിലെ ബലഹീനതകൾ പൂർണ്ണമായി മാറ്റണമേ. പ്രകടനത്തിന്റെ ഭാഗം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രി അഭയം തേടിയിരിക്കുന്നുവല്ലോ, കർമ്മ നികത്താമേ, ഗുരുനാമം സൗഖ്യം നൽകണമേ, സംരക്ഷണം കൊടുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലകപ്പെട്ട മരണത്തിൽ വ്യാകുലപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജയരാജ് ജീവിതത്തെ ഞങ്ങൾ അങ്ങയോടുകൂടെ സ്മരിക്കുന്നു. കരുണ നികത്താവേ, പ്രിയ കുടുംബത്തെ കാത്തുകൊള്ളണമേ. ശരണ വേണ്ടിയിട്ടും ഷൈന് വേണ്ടിയിട്ടും പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തോട് കൂടി ഇരിക്കണമേ. പരിമിതികളേക്കാൻ കാണുന്നുവല്ലോ, കർത്താവെ തുടർന്ന് ശക്തമായി ജീവിക്കാൻ സഹായിക്കണം. ഒറ്റയ്ക്ക് കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ കൃപയാൽ സഹായിക്കണം. പ്രത്യേകിച്ച് ടീച്ചറിനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദേവാലയം ശുശ്രൂഷ ചെയ്ത എല്ലാ ഭക്തക്കാർക്കായി ശുശ്രൂഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാടുകളിൽ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് മുഴുവനായി ഫലമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദക്ഷിണേന്ത്യ മഹാരാജയ്ക്ക് വേണ്ടിയിട്ടും അതിന്റെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ ഓർക്കുന്നു. അവരുടെ ജീവിതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയ കൊച്ചമ്മമാർക്കായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആശ്വസിപ്പിക്കണമേ, സ്വസ്ഥത നൽകണമേ എന്ന് വിചാരിക്കുന്നു. സ്ഥായിയായ ജീവിതമാർഗങ്ങൾ നൽകണമേ. സ്വയതയോട് ജീവിക്കാൻ അവസരം വെക്കണമേ എന്ന് വിചാരിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്തു വന്നിരുന്ന ശുശ്രൂഷകളെ ഏറ്റെടുക്കാൻ പുത്തൻ തലമുറകൾക്ക് പ്രാപ്തി നൽകണമേ എന്ന് വിചാരിക്കുന്നു. ആലോചനകളെന്ന് വിചാരിക്കുന്നു. കർത്താവെ, ദേവാലയത്തിനായി നിർമ്മിതിക്കായി സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ തുറന്ന് പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ സമ്പത്ത് നൽകണം എന്ന് വിചാരിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഈ ദേവാലയത്തിനായി സാമ്പത്തികമായി നൽകാമെന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങ് തന്നെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണമേ. സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് സമ്പത്ത് നൽകണമേ. ഈ ദേവാലയം പൂർത്തിയാക്കുവാൻ ഇടതടവില്ലാതെ പണികൾ ചെയ്ത് പൂർത്തിയാക്കുവാൻ കൃപയാൽ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സമ്പത്തിന്റെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു നൽകണമെന്ന് വിചാരിക്കുന്നു. കർത്താവേ, ഈ ചരിത്രത്തിന്റെ നാടുകളിലും ഞങ്ങൾ ദത്തപ്പെട്ട സാമ്പത്തിക വിഭാഗങ്ങൾക്കായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണമേ. എല്ലാ ദിവസവും ദേവാലയ ശുശ്രൂഷകൾക്കായി കാഴ്ച സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ലേലത്തിനായി കാഴ്ചകൾ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ സമ്പത്തും ജീവിതവും ഒക്കെ ദൈവത്തിനായി സമർപ്പിക്കുവാൻ താല്പര്യമുള്ള വിശ്വാസ സമൂഹത്തിന് പുത്തനോടറിവും നന്മകളും നൽകി നാൾക്കുനാൾ ബലപ്പെടുത്തണമേ നിങ്ങൾ വിനീതമായി വിചാരിക്കുന്നു. സർവശക്തനായ കർത്താവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അത് സുരക്ഷിതമായി കാത്ത് ദൈവത്തിന് ചെയ്യുന്ന വേലയുടെ നന്മകൾ നൽകി ആശീർവദിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആവണമാണികൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെറുതും വലുതുമാകുന്നു തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കണമേ എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കൂലിപ്പണിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവദേവസ്ഥനായി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതാകുന്ന തൊഴിലുകളൊക്കെ തടയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർവശക്തമായ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭക്ഷണത്തിന് കുറവ് വരാതെ കരുതിക്കൊള്ളണമേ. രോഗങ്ങളോ പീഡകളോ വരാതെ കരുതിക്കൊള്ളണമേ എന്ന് വിചാരിക്കുന്നു. അന്നേക്ക് ആവശ്യമാകുന്ന ഭക്ഷണത്തിന് മുഖാന്തരം ഒരുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു ബാധ്യത വന്നു പോകാതെ കടക്കിൽ വന്നു പോകാതെ കരുതിക്കൊള്ളണമെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നീണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ആശങ്കയുണ്ട്. സർവശക്തമായ നിങ്ങൾക്ക് അനുകൂലമായ വാതിലുകളെ തുറന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് വിചാരിക്കുന്നു. അങ്ങ് സർവശക്തനാകുന്നു. അങ്ങ് സകലത്തിന്മേലും അനുകൂലിയാകുന്നു. ഞങ്ങളുടെ സകലത്തിന്മേലും നിയന്ത്രണം അങ്ങനെ മേലാകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതമായി കാക്കണമേ എന്ന് വിചാരിക്കുന്നു. ദിവസം നടത്തപ്പെടുവാൻ പോകുന്ന ഭവന പ്രതിഷ്ഠയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശിന്റെ ഭവനത്തെ അനുഗ്രഹിച്ച് നൽകണമേ. പ്രിയപ്പെട്ടവർക്ക് ഭവനത്തെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ഒരു ദിവസം തുറന്നു കൊടുക്കുമ്പോൾ അവരുടെ താമസവും ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ നാളുകളെക്കാളുപരി
നന്മകളെ ലഭ്യമാക്കുവാൻ സഹായിക്കണമേ. ഒരു പ്രാർത്ഥനാ ഭവനമായി ദേശത്ത് നിലനിൽപ്പാൻ കൃപയാൽ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. കാരണം കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഇതുവരെ കരുതിയതായ സ്തോത്രം ഞങ്ങൾ വല്ലാതെ സംരക്ഷിക്കാൻ അങ്ങയോടുകൂടെ മഹത്വം കഴിക്കുന്നു. ഞങ്ങളുടെ ദേവാലയത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തുള്ള ക്രൈസ്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവത്തിന്റെ ശബ്ദങ്ങൾക്ക് തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുണ്ടായിരിക്കുന്ന എല്ലാ പിഴകളും കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുവാൻ സഹായിക്കണമേ. അനന്തരം പരിശുദ്ധാത്മാവിനെ രൂപപ്പെടുവാൻ കൃപകരണമേ എന്ന് യാചിക്കുന്നു. സർവ്വദേശവാസം സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിൽ വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്തുന്ന സർവീസിനും വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുമായിട്ടുള്ളല്ലോ. ആമേൻ. ആമേൻ. ഈ സമയം ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്നവരെയും നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ സഭയിൽ ഈ ആഴ്ച ജന്മദിന ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസഗാനം ഇപ്പോൾ പാടുന്നു. ഈ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. അവരെ ദൈവസന്നിധിയിൽ ധന്യപ്പെടുകയും ചെയ്യാം. അവർക്കായി ആശംസാഗാനം. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും സഭയുടെ പേരുള്ള പ്രാർത്ഥനാശനം നേരുന്നു. പുതിയ വിവാഹ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ദൈവം കുടുംബജീവിതത്തിന്റെ പുത്തനങ്ങൾ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ആരാധനയെ പങ്കുചേർന്ന് വരുന്ന എല്ലാവർക്കും സഭയുടെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈനംദിനം നടത്തപ്പെട്ടു വരുന്ന ഓൺലൈൻ ലേലം ദേവാലയ നന്ദിക്കായി ഈ ആഴ്ചയിലും തുടരുന്നതാണ്. എല്ലാവരും അക്കാര്യത്തിൽ സ്വയം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ആഴ്ചയിലും ആരാധന നടത്തുവാനുള്ള സാഹചര്യമില്ല. എല്ലാവരും വ്യക്തം മനസ്സിലാക്കുന്ന ലോക്ക്ഡൌൺ പ്രധാനമായി നീട്ടപ്പെട്ടിരിക്കുന്നതെന്നും അറിയാവുന്ന അവസ്ഥയാണ്. വരുന്ന ആഴ്ചയിലും ഇതേ സമയം ഓൺലൈൻ ആരാധന ഉണ്ടായിരിക്കുന്നത് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു വേർപാടുണ്ടായി. ജഗരാജ് സാറ് ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു. സ്വർഗീയസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷകളിലൂടെ ആ കുടുംബത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി സഭയായും മറ്റേ ശുശ്രൂഷകളിലൂടെയൊക്കെ സാധിക്കപ്പെട്ടു. പ്രിയ കുടുംബത്തിന് ദൈവം ആശ്വാസം നൽകട്ടെ. സഭയുടേതാകുന്ന എല്ലാവിധമാകുന്ന അനുശോചനങ്ങളും ഈ സമയം നേരുന്നു. ആദരാഞ്ജലികൾ നേരുന്നു നൽകുകയാണ്. നമുക്കൊരുമിച്ച് ദൈവസ്ഥലങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും തലകൾ നടക്കാം. സർവശക്തന്റെ സന്നിധിയിൽ എത്തിയപ്പെടാം. ഞങ്ങളെ ഇന്നും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവേ, ഈ പ്രഭാതത്തിലും ഞങ്ങളുടെ സ്നേഹവും കരുതലും തിരിച്ചറിവാൻ നൽകിയിരിക്കുന്ന അവസരത്തിനായി ശ്രദ്ധിക്കുന്നു. സൗജന്യമായി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ പലപ്പോഴും ഞങ്ങൾ നിഷേധിച്ചവരായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭ്യമായി തീർന്നിട്ട് അതിന് വ്യാപാരം ചെയ്യാത്തവരായിരുന്നു. വീണ്ടും ഞങ്ങൾ നൽകുന്ന ആഹ്വാനത്തിനായി സ്തോത്രം. തിരുസന്നിധിയിൽ വിനീതമായി ഞങ്ങൾ യാചിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വന്ന് പുതുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. സർവശക്ത, ഞങ്ങളുടെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ചയോ ഉയർച്ചയുമില്ല. ഞങ്ങൾ എന്നും മൃതശരീരങ്ങളായി ജീവിക്കേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുകയാണ്.
അസ്ഥിത്താഴ്വരാകുന്ന ജീവിതങ്ങളുമായി വെറും അസ്ഥികൾ മാത്രമായിരിക്കുന്ന ജീവിതവുമായി ജീവനില്ലാത്ത ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ കർത്താവെ ഞങ്ങളെ പുതുക്കണമേ. അവിടുത്തെ ദാനത്തെ ഞങ്ങളുടെ മേൽ പകരണമേ. 4 ദിശകളിൽ നിന്ന് കാറ്റുകൾ നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവൻ നൽകിയതായിരുന്നു, നിർജീവമായി ഉയർന്ന് ജീവൻ നൽകപ്പെട്ടതായിരുന്നു. എങ്കിലും പലപ്പോഴും ഞങ്ങൾ വീണ്ടും ജീവനില്ലാത്തവരെ പോലെ മരിച്ചവരെ പോലെ ഞങ്ങൾ ജീവിച്ചു പോയി. ഞങ്ങളോട് തുറക്കണമേ. നാൾക്കുനാളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവനോടായിരിക്കാൻ ജീവസത്തുള്ളതായിരിക്കാൻ കൃപയാൽ സഹായിക്കണം എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നൽകി ഞങ്ങളെ പുതുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ സ്നാനപ്പെട്ട നാളിൽ അവിടെ പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നു. അതിൽ വ്യാപാരം ചെയ്യുവാനും വരങ്ങളെ സ്വീകരിക്കാനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടുപോയി. പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ സ്വീകരിക്കാൻ കൃപയാലും സഹായിക്കണം എന്ന് ഞങ്ങൾ യാചിക്കുന്നു. സർവശക്ത പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നത് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പാപങ്ങളെക്കുറിച്ച് ഉണർവുണ്ടാകുമ്പോൾ അനുഭവിക്കാൻ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പാപത്തെ ന്യായീകരിക്കുന്നവരായിപ്പോയി, തെറ്റുകളെ ന്യായീകരിക്കുന്നവരായിപ്പോയി, അനീതികൾ ശരിയാണെന്ന് പറഞ്ഞവരായിരുന്നു. ഞങ്ങളോട് ഓർക്കുകയും ഞങ്ങളെ പുതുക്കുകയും ചെയ്യണം എന്ന് എണ്ണിയായിരുന്നു. 4 നാൾ പുതുക്കം നൽകുന്ന പരിശുദ്ധാത്മാവിനെ കിടപ്പാൻ സഹായിക്കണമെന്ന് യാചിക്കണം. എന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലളിതമായ സാഹചര്യങ്ങളും പരിമിതമായ സാഹചര്യങ്ങളിലും ഈ ആരാധനകൾ ഭവനങ്ങളെ ആരാധനകളാക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവർക്കും അവിടുത്തെ ദാനം നൽകി ആശീർവദിച്ചിരിക്കുക നന്ദിയോടുള്ള മഹത്വം. ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവർക്കും നല്ല മനസ്സ് നൽകണമേ എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം വെറും അസ്ഥിയെ പോലെ കുടിച്ചിടപ്പെടേണ്ടവയല്ല, ഒരു താഴ്വരയിൽ വീണു പോകേണ്ടവരല്ല. ഞങ്ങൾ ഉയർത്തുന്ന ശരീരങ്ങളോടായി നിൽക്കാൻ സഹായിക്കണമേ. വെറും ഞരമ്പും മാംസവും ഉണ്ടായാൽ മാത്രം പോരാ, ഞങ്ങൾ ജീവൻ ഉണ്ടാക്കുവാൻ കഴിയാൻ സഹായിക്കണം. എപ്പോഴെങ്കിലും ഞങ്ങളുടെ ജീവിതങ്ങൾ മൃതശരീരങ്ങളെ പോലായിട്ടുണ്ടെങ്കിൽ ജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങ് തന്നെ പൊതിയണമേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സംരക്ഷിക്കുവാനായി തിരുസന്നിധിയിലമായി ഞങ്ങൾ യാചിക്കുന്നു. ഈ ആഴ്ചയ്ക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. അധ്വാനങ്ങൾക്ക് പോകാൻ തന്നെ നിർത്താവേ. മുഖാന്തരമായി ഞങ്ങൾക്കായി തുറന്നു നൽകണം. ഒരാഴ്ച കാലം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സുരക്ഷിതമായി സഹായിക്കണമേ. ഞങ്ങളുടെ ദേശം സുരക്ഷിതമായിരിക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി കാത്തിരിക്കുന്നു. സർവ്വീയ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുകൂടെ ആശീർവാദം കിട്ടുക. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്തോടുകൂടി ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നാം എല്ലാവരും നിറയ്ക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ ക്രമപ്പെടുത്തട്ടെ. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിലനിൽക്കും കൂടെ നിങ്ങളോട് കൂടെ. സമാധാനത്തോടും സ്വസ്ഥതയുള്ള ലോകത്തേക്ക് പുറപ്പെട്ടു പോകുക.